ഹായ് മക്കളെ, അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസി മാത്സ് ഓണിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ നിങ്ങളുടെ റിസൾട്ട് ഒക്കെ അറിഞ്ഞിരിക്കുന്നുണ്ടാവും, പല ആളുകളും ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോ അത്രയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, ഈ വീഡിയോ മുഴുവനും കാണുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് ഉണ്ടെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് CGP അഥവാ ഗ്രേഡ് സിസ്റ്റം ആണ്. അപ്പൊ ഗ്രേഡിൽ നമുക്ക് കൃത്യമായിട്ടൊരു പെർസെന്റേജ് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല, ഏകദേശം എന്നാണ്. എന്നാലും നമ്മുടെ ആക്യുറേറ്റിനോട് ഏറ്റവും അടുത്തുള്ള ഒരു പെർസെന്റേജ് നമ്മൾ കാണാൻ പോവാണ്. അപ്പം നിങ്ങൾ സാധാരണ ചെയ്തതിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് ആയിരിക്കും ഇത്, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കേട്ടിരിക്കാം. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് A+, A ഗ്രേഡ്, B+, B, C+, അങ്ങനെ D+ വരെയാണ് പാസ് ആവുന്നത്. NHS എന്നാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണുന്നത്. അതിന്റെ അർത്ഥം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ്. അപ്പം കൂടുതൽ ആളുകളും എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് EHS ആയിരിക്കും ഉണ്ടാവുക. തോറ്റ ആളുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു ഡമ്മി മാർക്ക് ഷീറ്റ് കാണിക്കുകയാണ്. അപ്പൊ ആ മാർക്ക് ഷീറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ പെർസെന്റേജ് കാണുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് മറ്റെല്ലാ സബ്ജക്റ്റുകളും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള, ഏകദേശം കൃത്യമായിട്ടുള്ള, അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഒരു പെർസെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു മാർക്ക് ഷീറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല ആൾക്കും ചിലപ്പോൾ ഫുൾ A+ ഉണ്ടാവാം, ചിലപ്പോൾ 9 A+, 8 A+കളൊക്കെ ആയിരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ A+കളുടെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്യാം. ഇവിടെ 1, 2, 3 A+ ആണ് ഈ കുട്ടിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ഇട്ട മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 മാർക്കിന്റെ 90 മാർക്കിന്റെ ഇടയിൽ മാർക്ക് കിട്ടിയ എല്ലാ കുട്ടിക്കും 9 ആണ് ഗ്രേഡ് വാല്യൂ വരുന്നത്, A+ ആണ്. അതിപ്പോ ഞാനിപ്പോ എഴുതിയിട്ട് 90 മാർക്കാണ് എനിക്ക് കിട്ടിയത്. വേറെ കുട്ടി എഴുതിയിട്ട് അതേ സബ്ജക്റ്റിൽ 100 മാർക്ക് കിട്ടിയെങ്കിൽ അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഞാൻ ആ ഒരു സിസ്റ്റത്തോട് യോജിക്കുന്നില്ല, എന്നാലും നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ A+, അപ്പൊ 3 A+ ഉണ്ട്. അപ്പൊ 3 × 9 ദാറ്റ് ഈസ് 27 എന്ന് കിട്ടും. 27. രണ്ടാമതായിട്ട് നമ്മൾ പോകുന്നത് A ഗ്രേഡുകളിലേക്കാണ്. ഇത് ഏത് ഓർഡറിലും ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. 1, 2 A ഗ്രേഡ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ 2 × 8 ദാറ്റ് ഈസ് ഇക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പം A ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് B+ ആണ്. എത്ര B+ ഉണ്ട്? 1, 2 B+ ഉണ്ട്. സോ 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 7 ആണ്. സോ 2 × 7 14. അടുത്തത് B ഗ്രേഡ് കഴിഞ്ഞാൽ പിന്നെ B+ ആണ് വരുന്നത്. ഇപ്പൊ A+ കഴിഞ്ഞു, A കഴിഞ്ഞു, B+ കഴിഞ്ഞു. ഇനി B ഗ്രേഡ് ആണ്. 1, 2 B ഗ്രേഡ് ഉണ്ട്. സോ അത് നമ്മൾ കൊടുക്കുന്നു. 2 × B ഗ്രേഡ് 6 ആണ്, 12 ആണ്. ശേഷം B ഗ്രേഡ് കഴിഞ്ഞാൽ C+ലേക്ക് പോകും. C+ എത്ര ഉണ്ട്? ഒരു C+ ആണുള്ളത്. സോ 1 × 5 5. അപ്പൊ എത്ര സബ്ജക്റ്റ് ഉണ്ട് ടോട്ടൽ നോക്കണം? 3, 2, 5, 5, 2, 7, 2, 9, 10. 10 സബ്ജക്റ്റുകൾ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് TGP ആണ്, അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. സോ 27, 16, 14 ഇതെല്ലാം കൂട്ടിയ 5, 2, 7, 4, 11, 17, 17, 6, 23, 3, 2 ശിഷ്ട 2, 1, 3, 1, 4, 1, 5, 2, 7, 73 ആണ് ഗ്രേഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ പല ആളുകളും ഇതാണ് പെർസെന്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. 73% എനിക്ക് മാർക്ക് എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല കൃത്യമായിട്ടുള്ള ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്. ഈ കിട്ടിയ നമ്പറിനെ നിങ്ങൾ 73 × 100/90 ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ 73 × 10/9 ഇതും നിങ്ങൾക്ക് ചെയ്യാം. 10/9 പറഞ്ഞാല് 1.1 ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേഡ് പോയിന്റ് കിട്ടിയത്, TGP കിട്ടിയത്, അത് × 100/90 ആണ്, അല്ലെങ്കിൽ അത് × 1.111 എക്സെട്ര. ഇത് ചെയ്താൽ, അല്ലെങ്കിൽ 1.11 ചെയ്താൽ മതി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര നമ്പർ കിട്ടുന്നത് നോക്കാം. അതാണ് നിങ്ങളുടെ ഓൾമോസ്റ്റ് എക്സാക്ട് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കിട്ടിയ മാർക്ക് നമുക്ക് നോക്കാം. 73 × 1.111. ഇതിലെ ഒരു 1 കൂടി കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും 81.10 എന്ന് പറയുന്ന പെർസെന്റേജ് ആണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ്, അല്ലെങ്കിൽ 81.1. ആ 0.1 ആയതുകൊണ്ട് നമുക്ക് അതിന് 81% ഇടാം. ഇനി 81.6 ആണെങ്കിൽ 82% എഴുതാം, റൗണ്ട് ആക്കിയിട്ട്. സോ ഇത്രയും പെർസെന്റേജ് ആണ് ഈ ഒരു കുട്ടിക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഐഡിയ വന്ന് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു കുട്ടിക്ക് 10 A+ ആണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഗ്രേഡ് പോയിന്റ് 90 ആണ് അല്ലെ, 10 A+ ആണ്. അപ്പൊ ആ കുട്ടിക്ക് ശരിക്കും 100% ഉണ്ട് അല്ലെ. 10 A+ ആയതുകൊണ്ട് 100% ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 10 × 100/90. അപ്പൊ ഈ 90 കട്ട് ചെയ്ത് എത്ര കിട്ടും? 100%. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ്, ഈ ഒരു TGP വെച്ചിട്ടാണ് നമ്മൾ ഇത് മെത്തേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ഈസി മാത്സ് ഓൺ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.